ഇന്നലെ ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ സേനയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലികമായ പാലം ഇവിടെ നിർമ്മിച്ചിരുന്നു. മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നതിനുള്ള പ്രയാസം, മുണ്ടക്കൈ ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിനുള്ള വലിയ പ്രയാസമായി നിന്നിരുന്നത് പാലം തകർന്നതായിരുന്നു. ഈ ചൂരൽമലയുടെ ഭാഗത്തു നിന്ന് വെള്ളാർമല സ്കൂൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് പോകുന്നതിനുള്ള വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ആ സമയത്താണ് ആർമി ഒരു താൽക്കാലിക പാലം ഇവിടെ നിർമ്മിച്ചിരുന്നത്. പക്ഷേ ആർമി ആ പാലം നിർമ്മിച്ച സമയത്തും ഇന്ന് ഈ സമയമാകുമ്പോഴേക്കും ആ പാലം മുങ്ങുന്ന ഒരു കാഴ്ച, ആ പാലം തകരുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോയി. പാലം നിർമ്മിച്ച സ്ഥലത്ത് നിന്ന് അല്പം മാറിക്കൊണ്ട് പുതിയൊരു പാലം, താൽക്കാലികമായ പാലം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിലും ഇന്ത്യൻ ആർമി വളരെ ശക്തമായ രീതിയിൽ ഏതെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ആളുകൾ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ മുണ്ടക്കൈ ഭാഗത്തേക്ക് ചെന്നുകൊണ്ട് ഏറ്റവും എളുപ്പമായ രീതിയിൽ, ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും അവലംബിക്കുക, അല്ലെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുക എന്ന രീതിയിൽ തന്നെ ഇന്ത്യൻ ആർമി ഇവിടെ ജോലി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. താൽക്കാലികമായ പാലം ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തുകൂടെ ഒലിച്ചു വരുന്ന, ചീറിപ്പാഞ്ഞു വരുന്ന മലവെള്ളപ്പാച്ചിലിന് കുറുകെ പാലം നിർമ്മിക്കാനുള്ള ജോലിയിലാണ് ഇപ്പോൾ സേന. അതുപോലെ തന്നെ ഇവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം താൽക്കാലികമായി ഇന്നേക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു. കാരണം മലവെള്ളപ്പാച്ചിൽ ശക്തമാവുകയാണ്. അതുപോലെ വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലും ഒഴുക്കും ശക്തമാവുകയാണ്. അതുകൊണ്ട് രാത്രി പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നിൽക്കുന്നത് കൊണ്ട് തന്നെ താൽക്കാലികമായി ഇവിടെയുള്ള രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് ആ സമയത്താണ്, രാത്രിയിലാണ് ആർമി ഇത്തരത്തിലൊരു പാലം നിർമ്മാണത്തിലേക്ക് അവർ പോകുന്നത്. വലിയ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു വലിയ നെഗറ്റീവ് കാലാവസ്ഥ ഉണ്ടായിട്ടും, പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിട്ട് പോലും ആർമി ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ടേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്.